വീട്ടിലേക്ക് വേണ്ടതെല്ലാം സ്വന്തം കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു കർഷകനായ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ കഥയിലേക്കാണ്. ഏനാത്തുകാരൻ ഹരിസുധൻ. പച്ചക്കറികൾ മാത്രമല്ല, അത്യാവശ്യം തേനീച്ച വളർത്തലുണ്ട് ഹരിസുധന്. സർക്കാർ ഉദ്യോഗത്തിനിടയിൽ ലഭിക്കുന്ന സമയത്താണ് കൃഷിക്കായി ഈ ഇടവേളയിൽ സമയം കണ്ടെത്തുന്നത്. ഹരിസുധൻ്റെ കൃഷിയിടത്തിലേക്കാണ് ജയശങ്കറും സംഘവും നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സ് വെച്ചാൽ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്നാണ് പഴമക്കാരുടെ ചൊല്ല്. ഇന്നത്തെ യാത്ര പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഹരിസുധൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്കാണ്. വാ, പോയി വരാം. കുറേ കാലത്തിന് ശേഷം സൈക്കിൾ ചവിട്ടിയതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. ഈ ലൊക്കേഷനിൽ എവിടെയാണ് ഹരിസുധൻ ചേട്ടൻ്റെ തോട്ടം ഉള്ളത്? നമുക്കൊന്ന് കയറി നോക്കാം. കാരണം പുള്ളി തന്ന ലൊക്കേഷൻ ഇവിടെയൊക്കെ ആയിരുന്നു. ചേട്ടാ, ഈ ഹരിസുധൻ ചേട്ടൻ്റെ തോട്ടം എവിടെയാണ്? അവിടെയല്ലേ? പതിനഞ്ചു വർഷത്തോളമായി ഹരിസുധൻ മണ്ണിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്ത് ചീഫ് പോസ്റ്റൽ മാസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹരിസുധൻ അവധി ദിനങ്ങളിലാണ് കൃഷിയിൽ കർമ്മനിരതനാകുന്നത്. ഞാൻ 15 വർഷത്തിൽ കൂടുതലായി അവധി ദിവസങ്ങളിലും മറ്റൊഴിവു ദിവസങ്ങളിലുമാണ് കൃഷിയിൽ വ്യാപൃതനാകുന്നത്. ആക്ച്വലി ഇതെനിക്കൊരു ഹരമാണ്, അതായത് ഒരു പാഷൻ എന്ന് പറയാം. നാട്ടിലെ പരമ്പരാഗത വിളകൾക്കൊപ്പം അന്യസംസ്ഥാനത്തെ വിളകളും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിലും കൃഷി ചെയ്യുന്ന മഞ്ചേരി കുള്ളൻ വാഴയാണ് തോട്ടത്തിലെ താരം. കർണാടക ബോർഡറിലുള്ള കുള്ളൻ ഏത്തവാഴ പരീക്ഷിച്ചു. അത് 6 അടി ഹൈറ്റേ ഉള്ളൂ. താഴെ നിന്ന് നമുക്ക് കുല വെട്ടാനും കൂമ്പൊടിക്കാനും പറ്റും. അതിന് വേറെ സപ്പോർട്ട് ആവശ്യമില്ല, അതാണ് ഗുണം. മറ്റു വാഴകൾ 15 അടി ഹൈറ്റിന് മുകളിൽ പോകുന്നതുകൊണ്ട് സപ്പോർട്ട് കൊടുത്താലും അത് ഒടിഞ്ഞു വീഴും. ബിഹാറി ചീനിവാഴയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ മാത്രം കൃഷി ചെയ്യുന്ന കരുണക്കിഴങ്ങ്, ആഫ്രിക്കൻ കാച്ചിൽ, ഓറഞ്ച് മുന്തിരി എന്നിവയും ഹരിസുധന്റെ തോട്ടത്തെ വ്യത്യസ്തമാക്കുന്നു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ബീഹാറിൽ പോയപ്പോൾ ബീഹാറിലെ ചിനിയ എന്ന് പറഞ്ഞൊരു 3 വാഴ കൊണ്ടുവന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അത് 1000 കാ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്രയും ലഭിച്ചില്ലെങ്കിലും ഒരു വ്യത്യസ്തത. അതുകൂടാതെ ഞാൻ ബംഗാളിൽ കിട്ടുന്ന പൊട്ടൽ എന്ന് പറയും. അതായത് അത് ഇപ്പോൾ പൂത്തു കാ പിടിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നാണ്. ബംഗാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോവയ്ക്കയുടെ കൂട്ടുള്ള ഒരു ഇനമാണ് പൊട്ടൽ. അതെന്തായാലും പൂത്തു. അത് വ്യാപകമാക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അതുകൂടാതെ തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആണ് ചേനയുടെ ഒരു ഇനമായ കരുണക്കിഴങ്ങ്. അത് സീസണിലാണ് തമിഴ്നാട്ടിൽ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ച് നട്ട് പരീക്ഷിക്കുവാണ്. അതും ഏകദേശം വിജയിച്ചതുപോലാണ്. പിന്നെ ഓറഞ്ച് നട്ട് ഇപ്പോൾ കാ പിടിച്ചിട്ടുണ്ട്. മുന്തിരി പടർത്തുന്നുണ്ട്. ചീവക്കിഴങ്ങുണ്ട്. അത് കൂർക്ക ഇപ്പം നടുന്ന സമയമാണ്. കൂർക്ക ഇപ്പം നട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സാധനവും നമ്മൾ വാങ്ങിക്കണ്ട. ഇവിടെ പ്രധാനപ്പെട്ടത് കിഴങ്ങ്, ചേന, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ്. അതുകൂടാതെ തന്നെ ചേമ്പ് 2 ഇനമുണ്ട്. കാച്ചിലിപ്പം ഞാൻ CPCRI 250 കിലോ വരുന്ന ഒരു ആഫ്രിക്കൻ കാച്ചിൽ പരീക്ഷിക്കുകയാണ് ഈ വർഷം. തീർച്ചയായിട്ടും അത് 250 കിട്ടിയില്ലെങ്കിലും അതിൽ 50 കിലോ കൂടുതൽ കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ ഒരു കർഷകൻ എന്നുള്ള നിലയിലും നമുക്കതൊരു ഭാഗ്യം തന്നെയാണ്. വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറി മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. ബാക്കിയെല്ലാം സ്വന്തം തോട്ടത്തിലെ ജൈവ കൃഷിയിൽ നിന്നാണ്. പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഹരിസുധൻ ചേട്ടൻ ഓരോ അവധി ദിനങ്ങളിലും മുടങ്ങാതെ മണ്ണിലിറങ്ങുന്നത്. കൃഷിക്കൊപ്പം തന്നെ തേനീച്ച വളർത്തലുമുണ്ട് ഈ സർക്കാർ ജീവനക്കാരന്. വീടിനോട് ചേർന്നാണ് ഹരിസുധന്റെ തേനീച്ച വളർത്തൽ. ഞൊടിയൽ തേനീച്ച, ചെറുതേനീച്ച എന്നിവയാണുള്ളത്.
ഓരോ സീസണിലും 60 കിലോയിൽ കൂടുതൽ തേനാണ് ലഭിക്കുന്നത്. വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കി പുറത്ത് വിൽപ്പന നടത്തും. കൃഷിക്കൊപ്പം തന്നെ തേനീച്ച കൃഷിയും കൂടെ ഉണ്ട്. അതായത് ഞൊടിയൽ തേനീച്ചയും ചെറുതേനീച്ചയും ഉണ്ട്. ഏകദേശം 20 പെട്ടിയോളം ചെറുതേനീച്ചയും ഞൊടിയൽ തേനീച്ചയുമുണ്ട്. അതായത് ശുദ്ധമായ തേൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അധികം വരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കും. രക്ഷയില്ല, ഉഷാർ ടേസ്റ്റാണ്. ഈ കടയിൽ നിന്ന് നാടൻ തേന് പറഞ്ഞ് വാങ്ങി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. യഥാർത്ഥ ചെറുതേൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു കാട്ടിൽ നിന്ന് കിട്ടുന്ന ചെറുതേൻ്റെ ടേസ്റ്റൊക്കെയാണ് ഉള്ളത്. അച്ഛന്റെ കൃഷിക്ക് ഡിഗ്രി വിദ്യാർത്ഥിയായ മകനും കട്ട സപ്പോർട്ട്. അച്ഛനൊപ്പം മണ്ണിലിറങ്ങാൻ മകനും ഒരു മടിയുമില്ല. വൈറ്റ് കോളർ ജോലിക്കിടയിലും മണ്ണിലിറങ്ങാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് പ്രചോദനമാണ് ഈ ഏനാത്തുകാരൻ. ഇത്തരം നല്ല മാതൃകകൾ ഇനിയും ഉണ്ടാകട്ടെ. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലാലിനുമൊപ്പം AB ജയശങ്കർ, 24 കൊട്ടാരക്കര. അപ്പോൾ ഏതായാലും ഹരിസുധൻ ചേട്ടനും ഒരു വ്യത്യസ്തനാവുകയാണ്. പ്രത്യേകിച്ച് സമയമില്ല എന്ന് ആൾക്കാർ പരാതി പറയുന്നിടത്താണ് ജോലിക്കിടയിൽ സമയം കണ്ടെത്തി ഇത്രയൊക്കെ വിഭവങ്ങൾ, അതും വ്യത്യസ്തമായ ഇനങ്ങളാണ്. തേനീച്ചയിൽ പോലും വെറൈറ്റികൾ, വാഴയിലൊക്കെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിക്കുന്ന ഒരു കൃഷിയിടം. അതായത് ഏനാത്തുകാരൻ നമുക്കൊരു വലിയ മാതൃകയാവും.